സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. ഹൗ ആർ യു? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബികോം കോഓപ്പറേഷനിലെ ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ് എന്നുള്ള സബ്ജക്റ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൻ്റെ ബാലൻസ് പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്, അതായത് ബ്രഹ്മപ്രകാശ് കമ്മിറ്റി മോഡലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ ലാസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഒരു ഗവൺമെൻറ്റിൻ്റെയും പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഒക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, കോപ്പറേറ്റീവ് സൊസൈറ്റീസിനേക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിർത്താൻ, അവർ ജെന്യുവിനായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ. അതുപോലെ തന്നെ പീപ്പിൾ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള എയിം. മാത്രമല്ല കോപ്പറേറ്റീവ്സിന് വേണ്ടിയിട്ട് ഒരു ബെറ്റർ സ്ട്രക്ചർ എൻകറേജ് ചെയ്യുക എന്നുള്ളതുകൂടിയും ആണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കുറച്ച് വൈഡായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണായിട്ട് വരുന്നതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ളതൊക്കെ നമ്മൾ കോപ്പറേറ്റീവ് തിയറിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഫസ്റ്റ് ഫീച്ചറായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്, ഈ ഒരു ആക്റ്റിൽ പറയുന്ന പ്രധാനമായിട്ടും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസിനെ പറ്റിയിട്ടൊക്കെയാണ്. അതുപോലെ ഇത് ഈ ഒരു ഓർഗനൈസേഷൻസൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സിന് എന്താണ് ഒരു ഐഡിയോളജി ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഐഡിയോളജി ഫോളോ ചെയ്തിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മുൻഗണന കൊടുത്തിട്ട് അത് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയണേ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ളത്, അതായത് രജിസ്ട്രേഷൻ പ്രൊസീജിയർ പൊതുവേ നമ്മൾ ഇന്ത്യയിൽ പറയുന്ന സമയത്ത് പറയും ഭയങ്കര എന്താണ് ഫോർമാലിറ്റീസ് ആണ് എന്നുള്ളതൊക്കെ പറയും അല്ലേ. ഭയങ്കര ഫോർമാലിറ്റീസാണ്, ഒരുപാട് റൂൾസ് ഉണ്ട്, ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഈ ഒരു ആക്ട് അത് ചെയ്യുന്നത് രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഉണ്ടല്ലോ അതിനൊന്ന് സിമ്പിളാക്കുക. പിന്നെ അൺനെസസറി ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ മേ ബി ഉണ്ടാവും അല്ലേ, അതിനൊക്കെ എന്ത് ചെയ്യുക, എടുത്ത് ഒഴിവാക്കുക. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത് കേട്ടോ. ദെൻ റൂൾ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ ആക്ടിലൂടെ ഗവൺമെൻറ്റിന് എന്തില്ല, റൂൾ മേക്കിംഗ് പവറൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ സൊസൈറ്റി എന്ത് ചെയ്യാണ്, അവിടെ സൊസൈറ്റീസ് എന്ത് ചെയ്യാണ്, അവർ മാനേജ് ചെയ്യുന്നത് ദംസെൽസ് ആണ്. ആൻഡ് അവർ എന്ത് ചെയ്യും, ബൈലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷൻസ് അവർ ഫ്ലോ ചെയ്യുന്ന കുറച്ച് ലോസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ബൈലോസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓരോ സൊസൈറ്റീസിനും എന്തുണ്ടാവും, അവരുടേതായിട്ടുള്ള ബൈലോസ് ഉണ്ട്. സോ അങ്ങനെ ആ സൊസൈറ്റീസ് ആ ബൈലോസിനനുസരിച്ചിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് റൂൾ മേക്കിങ്ങിൽ നമ്മൾ പറയണത്. ഇനി എന്താണ് ഈ ഒരു രജിസ്ട്രാറിൻ്റെ പവർ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. പവർ ഓഫ് രജിസ്ട്രാർ എന്നുള്ളത് ഈ ഒരു ആക്ടിൻ്റെ ഫീച്ചറായിട്ട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജിസ്ട്രാറിന് ഇനി നമ്മൾ താഴെ പറയുന്ന പോയിന്റ് വൈസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളില്ലേ, അതിനൊന്നും ഇവിടെ എന്തില്ല, പവറില്ല. അപ്പോൾ ഫസ്റ്റ് വരുന്നത് റിമൂവ് ദ ബോർഡിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഫോഴ്സ് മെർജേഴ്സ് ആൻഡ് സ്പ്ലിറ്റ്, അത് മെർജർ ചെയ്യുക അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് അവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് സൊസൈറ്റി ബൈലോസ്, നമ്മൾ പറഞ്ഞു ഓരോ സൊസൈറ്റിക്കും അവരുടേതായിട്ടുള്ള എന്തുണ്ടായിരിക്കും, ബൈലോസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് വരുത്താൻ പറ്റില്ല. ക്യാൻസൽ ഓർ ബ്ലോക്ക് സൊസൈറ്റി ഡിസിഷൻസ്, സൊസൈറ്റീൻ്റെ ഡിസിഷൻസ് ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തടസ്സം വരുത്താനോ അവർക്ക് കഴിയില്ല. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള കൺട്രോളിങ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അവരിലോട്ട് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് കഴിയില്ല. അതാണ് നമ്മൾ പവർ ഓഫ് രജിസ്ട്രാറിലൂടെ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മളിവിടെ പറഞ്ഞത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ്, റൂൾ മേക്കിംഗ്, പവർ ഓഫ് രജിസ്ട്രാർ എന്നുള്ള ഫീച്ചേഴ്സാണ്. ഇത് നെക്സ്റ്റ് ആണ് ഫെഡറേഷൻ ഓർ യൂണിയൻ എന്ന് പറയുന്നത്. ഫെഡറേഷൻ ഓർ യൂണിയനിലൂടെ പറയുന്നത് നമുക്കറിയാം കോപ്പറേറ്റീവ് ഫെഡറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒന്നാണ്. കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓർ യൂണിയൻ ഇവരുടെ പ്രധാനമായിട്ടുള്ള എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൽ റെഗുലറായിട്ട് ഇലക്ഷൻസ് നടക്കുന്നില്ലേ, ആൻഡ് ആ ആനുവൽ ഓഡിറ്റൊക്കെ നടക്കണ്ടേ, ആനുവൽ ഓഡിറ്റൊക്കെ കറക്റ്റ് ടൈമിൽ ഓൺ ടൈമിൽ തന്നെ നടക്കുന്നില്ലേ എന്നൊക്കെ എന്ത് ചെയ്യാണ്, എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഫെഡറേഷൻ ഓർ യൂണിയൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട്
ഭയങ്കരമായിട്ട് റെസ്പോൺസിബിൾ ആണെന്നില്ലേ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നില്ലേ, ഫോളോ ചെയ്ത് പോകുന്നില്ലേ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള രീതിയിൽ അവർ ഭയങ്കരമായിട്ട് റെസ്പോൺസിബിൾ ആണ്. ദെൻ റോൾ ഓഫ് രജിസ്ട്രാറിൻ്റെ റോള് ഈ ഒരു ആക്ട് പ്രകാരം എന്ത് ചെയ്യാണ്, മിനിമലാക്കിക്കാണ്. മീൻസ് എന്ത് ചെയ്യാണ്, ഒരു ലിമിറ്റേഷൻ അവിടെ വെച്ചിക്കാണ്, ഒരു ലിമിറ്റ് അവിടെ കൊണ്ടുവന്നിക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് രജിസ്ട്രാറിൻ്റെ റോൾ ഇവിടെ ലിമിറ്റ് ചെയ്തിട്ടുള്ളത്? അതായത് രജിസ്റ്ററിങ് ന്യൂ കോപ്പറേറ്റീവ്സ്, ഓക്കെ, ലിക്വിഡേറ്റിംഗ് ഫയലിംഗ് കോപ്പറേറ്റീവ്സ്, ഓക്കെ, കണ്ടക്ടിങ് ഇൻക്വയറീസ്, ഇലക്ഷൻസ്, ഓഡിറ്റ്സ് ആൻഡ് ജനറൽ മീറ്റിംഗ്സ് ഓൺലി വെൻ ദർ ഇസ് ഡിഫോൾട്ട്. ഓക്കെ, അപ്പോൾ വരുന്നത് ന്യൂ കോപ്പറേറ്റീവ്സ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറയുന്നത് ലിക്വിഡേറ്റിംഗ് ഫയലിംഗ് കോപ്പറേറ്റീവ്സ്. ദാറ്റ് മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നുണ്ടാകും, പക്ഷെ അവർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ വയലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ തുടർച്ചയായി എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഫയലാവുക, അങ്ങനത്തെവരുണ്ടാവില്ലേ, അവരെ ലിക്വിഡേറ്റ് ചെയ്യാം അത്തരത്തിലുള്ള സൊസൈറ്റീസിനെ. അതുപോലെ എങ്കിലും ഡിഫോൾട്ട് വരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ രജിസ്ട്രാർക്ക് ഒരു സൊസൈറ്റിയിൽ ഇൻക്വയറീസും ഇലക്ഷൻസും ഓഡിറ്റും ജനറൽ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഇവിടെ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നിരോധിച്ചിട്ടുള്ളത്? ഇവിടെ നിരോധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഇക്വിറ്റി എങ്ങാണ്ട് എന്ത് ചെയ്യൂല, ഇവിടെ യൂസ് ചെയ്യൂല. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലേ, അതിനിവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പ്രൊമോട്ട് ചെയ്യുന്നതിനെയും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മെമ്പേഴ്സിൻ്റെ ഒബ്ലിഗേഷൻസ് ആണ് നോക്കുന്നത്. മെമ്പേഴ്സിനുള്ള ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക, അവരുടെ ഡ്യൂട്ടീസൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അവരവരുടെ ഡ്യൂട്ടീസ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മെമ്പേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിക്കും അതുപോലെ യൂസർ ബേസ്ഡ് ആയിട്ടുള്ള രീതിക്കും ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു അവരവരുടെ ഡ്യൂട്ടീസൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റീസ്. ഇവിടെ എന്തൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ടൈംലി ഇലക്ഷൻസ്, റെഗുലർ മീറ്റിംഗ് നടത്തിയാൽ മാത്രം പോരാ, അതിലെന്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ടൈംലി ഓഡിറ്റ് അക്കൗണ്ട്, ഓക്കെ, ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ സ്മൂത്ത് ഫംഗ്ഷൻ. ടൈംലി ഇലക്ഷൻസ് അവർ കണ്ടക്ട് ചെയ്യണം, റെഗുലർ മീറ്റിംഗ് അവർ കണ്ടക്ട് ചെയ്യണം. ആ കണ്ടക്ട് ചെയ്യുന്ന റെഗുലർ മീറ്റിങ്ങിൽ അവരെന്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അക്കൗണ്ട്സ് ഒക്കെ ടൈംലി ഓഡിറ്റ് ചെയ്യണം, ഓൺ ടൈമിൽ എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കോപ്പറേറ്റീവ്സിൻ്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് എന്ത് ചെയ്യണം, അവിടെ അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഗവൺമെൻറ് ഓഫീസേഴ്സിന് എന്താണ് ഇവിടെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. അതായത് ഇവിടെ പറയുന്ന പ്രധാനമായിട്ടും ഗവൺമെൻറ് ഓഫീസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു എയിമായിരുന്നു ഈ ആക്ടിന് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അത് കാരണം ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും അവിടെ എന്താണ്, ഓട്ടോണമി പവർ ഉണ്ട്, ദറ്റ് മീൻസ് സ്വയം ഭരണമുണ്ട് അല്ലേ. അപ്പോൾ അത് കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗവൺമെൻറ് ഓഫീസേഴ്സിന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ട്രിബ്യൂണൽ ഫോർ ഡിസ്പ്യൂട്ട്. ട്രിബ്യൂണൽ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. പ്രധാനമായിട്ട് ഇവർ വന്നിട്ടുള്ളത് ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പീലൊക്കെ ഹിയർ ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഒഫൻസ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടോ ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ട്രൈബ്യൂണൽ ഫോർ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ പറയണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ട്രിബ്യൂണൽ വന്നിട്ടുള്ളത്. ഇനി ചലഞ്ചസ് ഇൻ അഡോപ്റ്റിംഗ് മോഡൽ ബിൽ. ഒരു മോഡൽ ബിൽ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യും, അവർക്കൊരു മടി ഉണ്ടാവും ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു മടി ഉണ്ടാവും. ഇതിന് പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മുകളിലുള്ള അവരുടെ കൺട്രോൾ നഷ്ടമാവോ എന്നുള്ളൊരു ഭയം. അതുപോലെ ചില സൊസൈറ്റീസിന് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടൊന്നും ആവശ്യം ഉണ്ടാവില്ല, ബട്ട് മറ്റ് ചില സൊസൈറ്റീസ് ഉണ്ടാവും അവർ വീക്കർ സെക്ഷനിലായിരിക്കും, അവർക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ആവശ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഇവിടെ കുറക്കുക എന്നുള്ള ഒരു എയിം അപ്പോൾ സാധ്യമാക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതൊരു ചലഞ്ചല്ലേ. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, അവർ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ എന്തുണ്ട്, ഗവൺമെൻറ്റിന് ഇൻ്റർഫിയറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോഴും എന്താണ് ഇതിൻ്റെ ഒരു എയിം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതായത് ഫുള്ളായിട്ട് ഒരു മോഡൽ ബില്ല്, ദറ്റ് മീൻസ് മോഡൽ ആക്റ്റില്ലേ ഇതിൻ്റെ കീഴിലൊരു സൊസൈറ്റി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒന്നാണ്. എന്തായാലും ചെറിയ രീതിക്കെങ്കിലും അവിടെ എന്തുണ്ടാവും, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ള പ്രധാനമായിട്ടുള്ള 2 സൊല്യൂഷൻസാണ്. എന്താണ് ഇതിനുള്ള സൊല്യൂഷൻസ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് 2 ടൈപ്പ് കോപ്പറേറ്റീവ് ലോസ് ആണുള്ളത്. ഒന്ന്, ഇൻഡിപെൻഡൻറ്റ് കോപ്പറേറ്റീവ്സിനെ ഡെവലപ്പ് ചെയ്യുക. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടൊന്നും യൂസ് ചെയ്യുന്നില്ല, അവർ പുതിയൊരു സെൽഫ് റിലയൻറ്റ് ലോണിൻ്റെ ബേസിലായിരിക്കും, ആ ഒരു ലോണ് ഫ്ലോ ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്.
പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ് ഫണ്ടഡ് കോപ്പറേറ്റീവ്സ് വുഡ് റിമെയിൻ അണ്ടർ ദ ഓൾഡ് ലോ. അതായത് തന്നെ ഗവൺമെൻറ് ഫണ്ടഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാവില്ലേ, അവർ ആ ഓൾഡ് റൂളിൻ്റെ ബേസിൽ തന്നെ എന്ത് ചെയ്യുക, നിലനിർത്തുക, അത്രേ ഉള്ളൂ, റിമെയിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ദിസ് ലെഡ് ടു പാരലൽ കോപ്പറേറ്റീവ് ആക്ട് ഇൻ സം സ്റ്റേറ്റ്സ്. മോഡൽ ബില്ലിനെ ഇൻസ്പയർ ചെയ്തിട്ട് ചില സ്റ്റേറ്റ് പുതിയ ആക്ട് എന്ത് ചെയ്തു, പാസ്സാക്കിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് ഫസ്റ്റ് സ്റ്റേറ്റ് ടു ആക്ട് 1995, ബീഹാർ 1996, കർണാടക 1997, മധ്യപ്രദേശ് ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ 1999, ഒഡീഷ. The laws were based on Model Act 1991 with small changes. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്സിലൊക്കെ എന്തുണ്ട്, ഇത്തരത്തിലുള്ള മോഡൽ ബില്ലിനനുസരിച്ചിട്ടുള്ള കോപ്പറേറ്റീവ് ആക്ട് നിലവിൽ വന്നു. പക്ഷേ അതിൽ ചെറിയ ചെറിയ മാറ്റം ഉണ്ട് എന്നുള്ളൂ കേട്ടോ. ഇതാണ് നമ്മൾ പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 2002. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1984 അല്ലേ. ഈ ഒരു ആക്ടിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു 2002 ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മൾട്ടി സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 ടൈപ്സ് ഓഫ് സൊസൈറ്റീസാണുള്ളത്. ഒന്ന് പ്രൈമറി സൊസൈറ്റീസും ഒന്ന് ഫെഡറൽ സൊസൈറ്റീസും. ഓക്കെ, പ്രൈമറി സൊസൈറ്റീസിലാണെങ്കിൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻസും മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരിക്കും. എന്നാൽ ഫെഡറൽ കോപ്പറേറ്റീവ്സിലാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ പറയണത് എന്താണ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്താണ്. അപ്പോൾ അതിൽ അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 2002 അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ യോഗ്യത അവർക്ക് വേണം. അപ്പോൾ അതിൽ വരുന്നത് പ്രധാനമായിട്ടും അവരെന്ത് ചെയ്യണം, മൾട്ടി സ്റ്റേറ്റാണ്. അപ്പോൾ മോർ ദാൻ 1 സ്റ്റേറ്റിൽ അവർ വർക്ക് ചെയ്യുന്നതായിരിക്കണം. ഇവരുടെ പ്രധാനമായിട്ടുള്ള എയിം എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ബെറ്റർമെൻറ്റ് ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, മെമ്പേഴ്സിൻ്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ബെറ്റർമെൻറ്റ് ആയിരിക്കണം. ഇംപറേറ്റീവ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ള ആ ഒരു തന്ത്രം ആര് യൂസ് ചെയ്യണം, ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അതിൽ വരുന്ന ഒന്ന് എന്താണ്, സൊസൈറ്റീസ് മോർ ദാൻ 1 സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. ആൻഡ് അവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ബെറ്റർമെൻറ്റ് ഓഫ് മെമ്പേഴ്സാണ്. ആൻഡ് അവർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളായിട്ടുള്ള സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ളത് ഫോളോ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കണം. മാത്രമല്ല ഇവിടെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കണം. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ അവിടെയുള്ള മെമ്പേഴ്സ് എല്ലാം ഇൻഡിവിജ്വൽ ആണ് എന്നുണ്ടെങ്കിൽ മൾട്ടി സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താ, ഇവിടെ 1 or more സ്റ്റേറ്റിലുള്ള മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 50% ഫ്രം ഈച്ച് സ്റ്റേറ്റ് കൺസേൺഡ് മസ്റ്റ് സൈൻ. അപ്പോൾ അവരുടെ സൈനും വേണം. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിൽ നിന്നും അറ്റ്ലീസ്റ്റ് 50% എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇവിടെയുള്ള മെമ്പേഴ്സൊക്കെ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവിടെയുള്ള മെമ്പേഴ്സ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ നിന്നും അറ്റ്ലീസ്റ്റ് 5 സൊസൈറ്റീസ് എങ്കിലും ഉണ്ടായിരിക്കണം. ആൻഡ് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവില്ലേ, അവരുടെ സൈനും ഉണ്ടായിരിക്കണം, റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ സൈനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇവിടെ ഇൻഡിവിജ്വൽസും ഉണ്ട് സൊസൈറ്റീസും ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ, അതായത് മിക്സ്ഡ് ആണ്, ഇൻഡിവിജ്വലും ഉണ്ട് സൊസൈറ്റീസും ഇവിടുത്തെ മെമ്പേഴ്സാണ് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 50 ഇൻഡിവിജ്വൽ ഫ്രം ഈച്ച് ഓഫ് 2 or more states. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 കോപ്പറേറ്റീവ് സൊസൈറ്റി ഫ്രം ഈച്ച് ഓഫ് ദോസ് സ്റ്റേറ്റ് ആൻഡ് 1 മൾട്ടിപ്പിൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ്. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഫെഡറൽ കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫെഡറൽ കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ്സിൻ്റെ ഫെഡറേഷനെയാണ് എന്തെന്ന് പറയാം, ഫെഡറൽ കോപ്പറേറ്റീവ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസും മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസും ആയിരിക്കും ഇവിടുത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇവിടെയുള്ള ഫൈനാൻഷ്യൽ റൂൾസ് ആൻഡ് ഡിസിപ്ലിൻസ് എന്തൊക്കെയാണ്? അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൻ്റെ അണ്ടറിലുള്ള ഫൈനാൻഷ്യൽ റൂൾസ് ആൻഡ് ഡിസിപ്ലിൻ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ, ഈ നെറ്റ് പ്രോഫിറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മെമ്പേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ ഇവിടെയുള്ള ഫണ്ട് റെക്കഗ്നൈസ്ഡ് സെക്യൂരിറ്റീസിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേഷൻ കൊടുക്കാൻ പാടില്ല, നോൺ മെമ്പേഴ്സിന് ലോൺ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ വിത്തൗട്ട് റൂൾസ് ഔട്ട്സൈഡ് സോഴ്സിൽ നിന്നും കടം മേടിക്കാനും പാടില്ല, ബോറോ ചെയ്യാനും പാടില്ല. ഇനി ഇവിടെ ആനുവൽ ഓഡിറ്റ് കമ്പൽസറിയാണ്. ആൻഡ് അത് നടത്തുന്നത് സർട്ടിഫൈഡ് ഓഡിറ്റേഴ്സ് ആയിരിക്കും വേണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ സ്പെഷ്യൽ ഓഡിറ്റ് ചില സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും മിസ്മാച്ചസ് ഉണ്ട് എന്നുള്ളത് അവർക്ക് സംശയം വരികയാണ് എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഓഡിറ്റ് ഇവിടെ നടത്തേണ്ടതായിട്ട് വരും.
ഇങ്ങനെ സ്പെഷ്യൽ ഓഡിറ്റ് നടത്താനുള്ള ഒരു ഓർഡർ കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 2002 പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ആക്റ്റൊക്കെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ മക്കളെ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ മക്കളെ? അപ്പോൾ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അതോ ഇത് നിങ്ങൾക്ക് ഒരുപാട് ബോറടിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയണേ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താനാണ്. ദെൻ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1984 മുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1984 ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്തായി 2002 വന്നു. 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബില്ലിലും എന്ത് വന്നിട്ടുണ്ട്, അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു ബില്ലാണ് എന്ത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബില്ല് 2010 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ ഫങ്ഷനിങ് ഒക്കെ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്ട്രെങ്ത്ത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളണ്ടറി ഫോർമുലേഷൻ, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, മെമ്പർ ഡ്രിവൻ ഗവേണൻസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത്തിൽ വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് ഓട്ടോണമിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ് ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണിത് പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ. ദെൻ വൈ ദ അമെൻമെൻറ്റ് വാസ് നീഡഡ്, എന്തുകൊണ്ടായിരുന്നു ആ സമയത്ത് അമെൻമെൻറ്റ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്? based on the experience with the 2002 Act and feedback from stakeholders, recommendation by S.O. Patil Committee. ഇവരുടെയൊക്കെ റെക്കമെൻഡേഷൻസ് കാരണം, എസ് ഒ പാറ്റീൽ കമ്മിറ്റിൻ്റെ റെക്കമെൻഡേഷൻ കാരണം, സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കാരണമൊക്കെയാണ് എന്ത് വന്നത്, ഇവിടെ അമെൻമെൻറ്റ് നമ്മൾക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു അമെൻമെൻറ്റ് വരുത്തുന്നതിന് എന്താണ് ഗോൾ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ടു അലൈൻ ദ ലോ വിത്ത് ന്യൂ എക്കണോമിക് പോളിസി ആൻഡ് സപ്പോർട്ട് കോപ്പറേറ്റീവ്സ് ഇൻ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. അതാണ് ഇവിടെ ഗോളായിട്ട് വന്നിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ബില്ലിൻ്റെ പർപ്പസ്? ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യുക, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ മെമ്പേഴ്സിന് ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആക്ടിനെ ലോക്സഭയിൽ നമ്പർ 15 2010 ലോക്സഭയിൽ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അമെൻമെൻറ്റ് കവർ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന കുറച്ച് ടൈം ലിമിറ്റ് വെക്കുകയാണ്. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ടൈം ലിമിറ്റ് വെക്കുക, നമുക്ക് എങ്ങനെ ക്വിക്കായിട്ട് ഇത് നടത്താം എന്നുള്ളത് പറയുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, അതിനുള്ള റൂൾസ് ഉണ്ടാവുമല്ലോ, എങ്ങനെ ഷെയർസ് ഇഷ്യൂ ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള റൂൾസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ്ററിംഗ് ബോർഡ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ഷന് ഹോൾഡ് ചെയ്താലല്ലേ അവിടെ ബോർഡ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇലക്ഷൻ ഹോൾഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഒരു ടെമ്പററി ബോർഡിനെ അവിടെ ഫോമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. ക്രിയേഷൻ ഓഫ് ഫണ്ടാണ് നെക്സ്റ്റ് വരുന്നത്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ സിസ്റ്റം ഫോർ റിസോൾവിങ് ഇൻറ്റേർണൽ ഡിസ്പ്യൂട്ട്. അതായത് ഇൻറ്റേർണൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റീസിൻ്റെ അകത്ത് നടക്കുന്ന ടൈപ്പ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരിക്കില്ലേ, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വന്നിട്ടുണ്ട്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സിസ്റ്റം ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അമെൻമെൻറ്റ് കവർ ചെയ്യുന്ന കാര്യങ്ങൾ. മീൻസ് രജിസ്ട്രേഷൻ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഷെയർസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ നടക്കണം, ഇൻ്ററിംഗ് ബോർഡ് ഫോർമേഷൻ, ഇലക്ഷൻസ്, ക്രിയേഷൻ ഓഫ് ഫണ്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ്. ഓക്കെ.